ക്ലിക്ക് മീ മീഡിയയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ള അതിയായിട്ടുള്ള ആഗ്രഹമുണ്ടെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് തെളിയിക്കുകയാണ് മലപ്പുറം ജില്ലയിലെ വെളിമുക്കിലെ ഫായിസ് ഫർഹാൻ എന്ന് പറയുന്ന +2 വിദ്യാർത്ഥി. ഫായിസ് ഫർഹാൻ്റെ സൈക്കിൾ യാത്ര ഇവിടെ തലപ്പാറയിൽ നിന്ന് ആരംഭിക്കുകയാണ്. അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഫായിസ് ഫർഹാൻ മലപ്പുറം ജില്ലയിലെ തലപ്പാറയിൽ നിന്ന് 3500 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടിക്കൊണ്ട് കാശ്മീരിലെ ലഡാക്കിലേക്ക് പോവുകയാണ്. ഒറ്റ കൈകൊണ്ട് ഹാൻഡിൽ പിടിച്ച് യാത്ര ചെയ്യുന്നു എന്നുള്ളതാണ് ഫായിസ് ഫർഹാൻ്റെ പ്രത്യേകത. ഫായിസ് ഫർഹാൻ ആദ്യമായിട്ടല്ല സൈക്കിൾ ചവിട്ടുന്നത്. 850 കിലോമീറ്റർ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 850 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടിയതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് കാശ്മീരിലേക്ക് യാത്ര പോകുന്നത്. ഫായിസ് ഫർഹാൻ്റെ കൂടെ ജിൽഷാദുമുണ്ട് ലഡാക്കിലേക്ക്. ഇവിടെ ഒരുപാട് വിശിഷ്ട വ്യക്തിത്വങ്ങളുണ്ട്. ഇവിടുത്തെ പൗരപ്രമുഖരായിട്ടുള്ള ആളുകളൊക്കെ ഫായിസ് ഫർഹാനെ യാത്ര അയക്കാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. തിരൂരങ്ങാടിയിലെ സൈക്കിൾ റൈഡേഴ്സ് ക്ലബ്ബാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. ഇന്നലെ ഔദ്യോഗികമായിട്ട് ഒഫീഷ്യലായിട്ട് ഫ്ലാഗ് ഓഫ് കർമ്മം സ്ഥലം MLA ഹമീദ് മാഷ് നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായിരുന്നാലും ഫായിസ് ഫർഹാൻ്റെ സൈക്കിൾ യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബൈക്ക് റൂട്ട്സിൻ്റെ മെമ്പേഴ്സായ ഫായിസ് ഫർഹാനും ദിൽഷാദും അവരെ ഏറെക്കാലത്തെ ആഗ്രഹം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് കാശ്മീർ ലഡാക്ക് വരെ യാത്ര ഇരിക്കുകയാണ്. അപ്പോൾ അതിനെ യാത്രയപ്പിന് വേണ്ടിയിട്ട് ഇവിടെ ഒത്തുകൂടിയ എല്ലാ വിശിഷ്ട വ്യക്തികളെയും ബാക്കി റൈഡേഴ്സിനെയും നാട്ടുകാരെയും ക്ലബിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട സൈക്കിൾ റൈഡേഴ്സ് ക്ലബ്ബ് പ്രതിനിധികളെ, നമ്മുടെ ഈ പ്രദേശത്ത് നിന്ന് മൂന്നിയൂർ ഗ്രാമത്തിൽ നിന്ന് ഇന്ത്യയുടെ പ്രകൃതി രമണീയമായ കാശ്മീർ തായ്വരയിലേക്ക് സാഹസികമായി സൈക്കിളിൽ റൈഡ് ചെയ്യുന്ന പ്രിയപ്പെട്ട ഫായിസ് ഫർഹാൻ, അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നമ്മുടെ സഹപ്രവർത്തകൻ ജിൽഷാദ്, ഈ രണ്ടുപേരും ഇന്ന് നമ്മുടെ ഇവിടെ നിന്ന് നമ്മുടെയൊക്കെ സാക്ഷി നിർത്തിക്കൊണ്ട് അവരുടെ യാത്ര ആരംഭിക്കുകയാണ്. പഴയ കാലഘട്ടമല്ല ഈ കാശ്മീർ എന്ന് പറയുമ്പോൾ നമുക്ക് ആകെ ഒരു ഭയപ്പെടുത്തുന്ന അവസ്ഥയുണ്ട്. പക്ഷേ ഇവരുടെ യാത്രയിൽ അങ്ങനെയുള്ള ഒരു പ്രതിസന്ധികളും ഉണ്ടാവില്ല, അത് ഉണ്ടാവാതെ ഇരിക്കട്ടെ എന്നാണ് നമ്മൾ പ്രത്യാശിക്കുന്നത്. ഇവർക്ക് നല്ല രീതിയിൽ ഒരു യാത്ര പൂർത്തീകരിച്ച് മൂന്നിയൂരിൻ്റെ ചരിത്രത്തിൻ്റെ ഏടുകളിൽ ഒരു പുതിയ അധ്യായം കൂട്ടിച്ചേർത്തുകൊണ്ട് അവർക്ക് ആ സാഹസിക യാത്രയോടുകൂടി തന്നെ നല്ല രീതിയിൽ പൂർണ്ണ ആരോഗ്യവാന്മാരായി തിരിച്ചു വരാനുള്ള എല്ലാ കഴിവും അതേപോലെ തന്നെ തിരിച്ചു വരാനുള്ള സാഹചര്യം സർവശക്തൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അതേപോലെ തന്നെ അവർക്ക് ഹൃദയാന്തരങ്ങളിൽ നിന്നുള്ള ഒരു യാത്രയപ്പ് നൽകിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് ഹിന്ദ്. ഏറ്റവും പ്രിയപ്പെട്ട നാട്ടുകാരെ, വളരെ സന്തോഷമുള്ള ഒരു നിമിഷമാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മുനീർ പഞ്ചായത്തിലെ 2 പേര് ഇന്ത്യയുടെ പ്രകൃതി രമണീയമായ കാശ്മീരിലേക്ക് യാത്ര പോവുകയാണ്. അതും തീർത്തും സൈക്ലിങ്ങിൽ. അവർക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ്. നമ്മുടെ ചെറുപ്പക്കാരെ സംബന്ധിച്ചോളം വലിയ പ്രചോദനമാവേണ്ട ഒരു സംഗതിയാണ്. എന്നെ സംബന്ധിച്ചോളം വ്യക്തിപരമായിട്ടുള്ള അനുഭവം, ഞാനിതുപോലൊരു യാത്ര 40 വർഷം മുമ്പ് ഒരു സാധാരണ സൈക്കിളിൽ പോയ ഒരാളാണ്. NCCയുടെ ഭാഗമായി കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പാണ് അതിൻ്റെ ഒരു വാർഷികം ഞങ്ങൾ കോഴിക്കോട് വെച്ച് ആഘോഷിച്ചത്. ആ ഒരു സന്തോഷ നിമിഷത്തിലാണ് ഫായിസിൻ്റെ യാത്ര ഉള്ളത് എന്നുള്ളത് ആ 2 ചെറുപ്പക്കാരെ യാത്രയേക്കാനുള്ള വലിയ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നു. എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. നന്ദി. ജയ് ഹിന്ദ്. അവൻ്റെ 2 ആഗ്രഹങ്ങളുണ്ട്. ഒന്നാമത്തെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരാ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയുള്ളൊരു ആഗ്രഹമുണ്ട്. രണ്ടാമത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള സർക്കാർ ജോലി. അപ്പോൾ ഇതെല്ലാം നേടിയെടുക്കുന്നതിന് വേണ്ടി അവൻ്റെ ഈ പ്രയത്നം സഫലമാകട്ടെ. എന്തായാലും നമുക്ക് ഒരു അഭിമാനിക്കാം ഈ കാര്യത്തിൽ. കാരണം മൂന്നൂർ പഞ്ചായത്തിൽ നിന്ന് 2 വ്യക്തിത്വങ്ങൾ സൈക്കിളിൽ കാശ്മീരിലേക്ക് പോകുമെന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. അവർക്ക് അവിടെ എത്താനും തിരിച്ചു വരാനും എല്ലാ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. യാത്ര വളരെ സുഖമാവട്ടെ, ഒരു പ്രയാസം കൂടാതെ തിരിച്ചെത്താൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും നേർന്ന് അവസാനിപ്പിക്കുന്നു. ജീവിതത്തിലെ വലിയൊരു ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ്. ദിൽഷാദ് എന്ന സുഹൃത്തോടൊപ്പം കേരളത്തിൽ നിന്ന് കാശ്മീരിലേക്കുള്ള യാത്രയിൽ പൂർണ്ണ ആരോഗ്യത്തോടു കൂടി ഈ ഉദ്യമം പൂർത്തീകരിക്കാൻ ഫായിസിന് സാധിക്കട്ടെ, ദിൽഷാദിന് സാധിക്കട്ടെ. ഫായിസ് ഫർഹാനുള്ള യാത്രക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് ഇവിടുത്തെ കൂട്ടായ്മ ഗ്രീൻ വിഷൻ എന്ന് പറയുന്ന കൂട്ടായ്മ നൽകുകയാണ്.
അപ്പോൾ പൗരപ്രമുഖരായിട്ടുള്ള എല്ലാവരുടെയും നാട്ടുകാരുടെയും ഇവിടെ യാത്രാ ക്ലബിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ ഫൈസ് ഫർഹാനെയും ജിൽഷാദിനെയും കാശ്മീരിൻ്റെ ലഡാക്കിൻ്റെ മനോഹരമായിട്ടുള്ള ആ മലനിരകളിലേക്ക് ഭൂമിയിലേക്ക് യാത്ര അയക്കുകയാണ്. വളരെയധികം നല്ല രീതിയിൽ അവർക്ക് അത് പോയി കണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് ഇങ്ങോട്ട് തിരിച്ചെത്താനുള്ള തൗഫീക്ക് നാഥൻ നൽകട്ടെ എന്ന് നമുക്ക് കൂടെ പ്രാർത്ഥിക്കുകയും ചെയ്യാം. സൈക്കിൾ റൈഡേഴ്സിൻ്റെ നേതൃത്വത്തിലുള്ള ആളുകൾ അവർക്ക് ആദരങ്ങൾ നൽകുകയാണ്. അപ്പോൾ ഫായിസും ജിൽഷാദും കാശ്മീരിലേക്ക് പോവുകയാണ്. അതിൻ്റെ ഫ്ലാഗ് ഓഫ് കർമ്മങ്ങളൊക്കെ കഴിഞ്ഞു. ഫായിസ്, ജിൽഷാദ്, എങ്ങനെയാണ് ഈ ഒരു സംഗതിയിലേക്കുള്ള പ്രചോദനം? എന്താണ് ഇതിനുള്ള പ്രചോദനം? കുറേ കാലമായി ആഗ്രഹമുണ്ട് ലഡാക്ക് അടിക്കണം, അത് സൈക്കിളും കൊണ്ട് തന്നെ ആയിരിക്കണം എന്നുള്ള. അപ്പോൾ ആ ലക്ഷ്യത്തിൻ്റെ തുടക്കമുണ്ട്. പിന്നെ ഏതായാലും യാത്ര ആരംഭിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അവിടെ വരെ എത്താനുള്ള എല്ലാവരും ദ്വായും സപ്പോർട്ട് വേണം. ജിൽഷാദ്, എന്താ പറയാനുള്ളത്? ഞാൻ ഈ യാത്രയ്ക്ക് ഇറങ്ങുന്നത് ഫായിസ് നമ്മൾ വിളിച്ചപ്പോഴാണ് ഇറങ്ങുന്നത്. ഇങ്ങനെ യാത്ര ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ അപ്പോൾ ഞാനും ചെയ്യാന്നുള്ളതിൽ ഇറങ്ങിയതാണ്. ഒരു ദിവസം എത്ര കിലോമീറ്റർ താണ്ടാനാണ് ഉദ്ദേശിക്കുന്നത്, റൈഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? 80 കിലോമീറ്ററാണ്. പിന്നെ സ്ട്രൈറ്റ് റോഡ് കിട്ടുമ്പോൾ 100-120 ലെവലെടുക്കും. ഇന്നേതായാലും കൊയിലാണ്ടിയാണ്. അപ്പോൾ ഒരു ദിവസം 80 കിലോമീറ്റർ താണ്ടി കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ട് നമുക്ക് അവിടെ എത്താൻ പറ്റും? അങ്ങനെ നോക്കുകയാണെങ്കിൽ 30-40 ദിവസം കൊണ്ട് എത്താൻ പറ്റും. പക്ഷെ ഞങ്ങൾ അതിൻ്റെ റെസ്റ്റ് കാര്യങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് ഒരു 50 ദിവസം. 50 ദിവസമാണ് കാശ്മീർ ലഡാക്ക് വരെ എത്താൻ വേണ്ടി ഫായിസും ജിൽഷാദും കാണുന്ന ദിവസങ്ങൾ. തിരിച്ചങ്ങോട്ട് എങ്ങനെയാണ്? ചവിട്ടിട്ട് തന്നെയാണോ? ട്രെയിനിൽ കയറിയിട്ടാണ് വരുന്നത്. ഏതായിരുന്നാലും ഈ വീഡിയോ കാണുന്ന ആളുകൾ വഴിയിലൊക്കെ ഇവരെ രണ്ടുപേരെയും നിങ്ങൾ കാണാനിടയുണ്ട്. ആ സമയത്ത് നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ സൽക്കാരങ്ങളും നിങ്ങളുടെ സഹായങ്ങളും ഒക്കെ ഇവർക്ക് നൽകണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. അപ്പോൾ ഏതായാലും നമ്മൾ വീഡിയോ കൺക്ലൂഡ് ചെയ്യാണ്. ജിൽഷാദിനും ഫായിസിനും എല്ലാവിധ ആശംസകളും നേരാണ്. ക്ലിക്ക് മീ മീഡിയയുടെ പ്രത്യേകം ആശംസകൾ നേരാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് കാണുന്ന ആളുകൾ ഇവർക്കുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുക. മറ്റൊരു കിടിലം വ്ലോഗുമായിട്ട് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. തൽക്കാലം വിടവാങ്ങുന്നു. ബൈ.